സാറേ ഇതല്ല വീട്, അതാ വീട്. അതെയോ? ആ സാറേ, ഒരു ദാക്ഷിണ്യം വേണ്ട കേട്ടോ. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ഇതൊരു ജനകീയ പ്രശ്നമാണ്, അതുകൊണ്ട് കടുത്ത നടപടി ഉണ്ടാവണം. നടപടി എടുക്കാനാണല്ലോ ഞങ്ങൾ പോകുന്നത്. എന്നാ സാറേ ഞാനങ്ങോട്ട് പോവാ, എന്നെ അവർ കണ്ടാൽ ശരിയാകാല. മണിയല്ലേ? ആ അതെ, ഞങ്ങൾ പഞ്ചായത്തിൽ നിന്ന് വരുക. ആ നിങ്ങൾ വാ, കയറിയിരിക്കേ. ഇരിക്കുന്നില്ല, ഒരു കാര്യം പറയാൻ വേണ്ടി വന്നോ. എന്താ സാറേ? അതെ, നിങ്ങൾക്കെതിരെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. പരാതിയോ? എന്ത് പരാതി? നിങ്ങൾ ഇവിടെ പ്ലാസ്റ്റിക് കത്തിക്കാറുണ്ടോ? ഇല്ല സാറേ. അങ്ങനെയല്ലല്ലോ ഞങ്ങൾ അറിഞ്ഞത്. മാഡം അങ്ങ് കൊടുക്ക്. ഇതെന്താ സാറേ? നിങ്ങൾക്കെതിരെയുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ 5000 രൂപ പിഴ അടയ്ക്കണം. അതെന്തിനാ? പ്ലാസ്റ്റിക് കത്തിക്കുമ്പോ ഓർക്കണം. സാറേ, ഞങ്ങൾ പ്ലാസ്റ്റിക് കത്തിച്ചിട്ടില്ല. മാസം മാസം പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്നവർക്ക് അത് കൃത്യമായിട്ട് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നിങ്ങൾ പിഴ അടച്ചേ പറ്റുള്ളൂ. എന്റെ സാറേ, ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാ പിഴ അടയ്ക്കുന്നത്? ആകെ കത്തിക്കുന്നത് സാനിറ്ററി പാഡ് മാത്രമാ. എന്താ പറഞ്ഞ? എന്ത് കത്തിക്കുന്ന പറഞ്ഞ? സാനിറ്ററി പാഡ്. സാറേ, അപ്പൊ പരാതി കിട്ടിയത് വെറുതെ അല്ല. പിന്നെ നാളെ കൊണ്ടുപോയി പിഴ അടച്ചേക്കണം. സാറേ ഒരു മിനിറ്റ്, പിന്നെ ഞങ്ങൾ ഈ സാധനം എന്താ ചെയ്യേണ്ടത്? അത് വേസ്റ്റ് എടുക്കാൻ വരുന്നവർക്ക് കൊടുക്കണം. ഇതൊക്കെ അവരെടുക്കുവോ സാറേ? അത് അങ്ങനെയൊന്നും കൊടുത്താൽ പോരാ. ഉപയോഗിച്ച പാട് അതിൽ നിന്ന് പഞ്ഞി വേർപെടുത്തി പ്ലാസ്റ്റിക് മാത്രം ഉണക്കി തരംതിരിച്ച് വേണം കൊടുക്കാൻ. എന്തൊരു പൊട്ടത്തരോ നിങ്ങൾ പറയുന്നേ. അതാണ് നിയമം. മാഡം, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ വീട്ടിൽ ഇങ്ങനെ ചെയ്യാറുണ്ടോ? നിങ്ങൾ അതും ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിയമത്തിൽ നിന്നൊരു വിട്ടുവീഴ്ചയില്ല. എന്തൊരു നിയമം ഇത്? മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ, അല്ല എന്താ? മണിയേട്ടാ, ഇത് ആരുടെ പണിയായിരിക്കും? അവനല്ലാതെ പിന്നെ വേറെ ആര് ചെയ്യാനാ? മണിയേട്ടാ, വിരുന്നുകാരുണ്ടായിരുന്നോ? അത് പഞ്ചായത്ത് നിന്നാടാ. എന്താ വിശേഷിച്ച്? ഏതോ ഒരു ഡാഷ്മോൻ ഞങ്ങൾക്കെതിരെ പരാതി കൊടുത്തേക്കുന്നു. ഞങ്ങൾ ഇവിടെ പലതും കത്തിക്കുന്നുണ്ടത്രേ. ആര് പരാതി കൊടുക്കാനാ? വല്ലാത്തൊരു കഷ്ടം തന്നെ. നീ അതിങ്ങനത്തെ ഹോ, ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ലെന്നേ. അത് ശരിയാ, കൂടെ നിൽക്കുന്നവരായിരിക്കും കാലുവായിരുന്നത്. ഇതന്നെ വല്ല പലഹാരമാണോ? എനിക്ക് നീ പുഴുങ്ങി തിന്നിയോ കളയോ എന്താ ചെയ്യേ? അല്ല, അത് പിന്നെ അത് ഇങ്ങനല്ലല്ലോ. അത് വിട്ടോ വിട്ടോ. ഇതൊത്തോട്ട് പറ. ഇവനൊന്നും ഈ പണി പോരാ.